ഇപ്പോൾ നമ്മുടെ ആതിരപ്പള്ളിയിലെ ആനയെ മയക്കുവെടി വച്ചിരിക്കുന്നു എന്നതാണ് വരുന്നത്. 4 തവണ 4 മയക്കുവെടി വച്ചു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാകുന്നത്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഒടുവിൽ ആനയെ മയക്കുവെടി വച്ചിരിക്കുന്നു, നിയന്ത്രണത്തിലായി കഴിഞ്ഞോ? എന്താണ് അറിയാൻ കഴിയുന്നത്? മനു, തീർച്ചയായും അതായത് ദൗത്യം വിജയകരമാണെന്ന് പറയാം. വനപാലകരുടെ 4 മയക്കുവെടി വെച്ചിട്ടുണ്ട്. 2 ഡോസ് മരുന്നാണ് ഉപയോഗിച്ചത്. ആനയെ മയക്കുവെടി വെച്ച് ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് വിവരം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ മറുഭാഗത്താണ് ആന ഉണ്ടായിരുന്നത്. അവിടെയാണ് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ മയക്കുവെടി വെച്ച് കൃത്യമായി ആനയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് വിവരം. വൈകാതെ തന്നെ ആനയുടെ ചികിത്സ ആരംഭിക്കും. കാരണം ഏറ്റവുമായി പ്രാധാന്യം നൽകുന്നത് ആനയുടെ ഈ മസ്തകത്തിനേറ്റ മുറിവിൻ്റെ ചികിത്സയ്ക്കാണ്. ഇതിനു വേണ്ടിയാണ് ഈ ദിവസങ്ങളായി 4 ദിവസത്തോളമായി വനപാലകർ ഈ ആനയ്ക്ക് പിന്നാലെ നടക്കുന്നു. ആദ്യ ദിവസം ഒരു 3 ദിവസം മുൻപ് ആനയെ കണ്ടെത്തിയ ഭാഗത്ത് ഇന്ന് രാവിലെ ആനയെ വീണ്ടും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. രാവിലെ 7 മണിയോടുകൂടി ആനയെ ലൊക്കേറ്റ് ചെയ്യുകയും അതിനുശേഷം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആനയെ മയക്കുവെടി വെച്ച്, അതായത് ആ നിരീക്ഷണത്തിലായി കഴിഞ്ഞ ശേഷം പിന്നെ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ആ നിരീക്ഷണ വലയത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ ആനയെ, കാരണം 4 ആനകൾ 3 ആനകൾ ഒപ്പം ഉണ്ടായിരുന്നു ഈ ആനയുടെ. അങ്ങനെ ഈ ആന കൂട്ടത്തിൽ നിന്ന് ഈ ആനയെ വെടിവെക്കുക എന്നത് ഒരു അല്പം ദുഷ്കരമായ ദൗത്യം തന്നെയായിരുന്നു. എന്തായാലും അത് വിജയകരമായി പ്രാവർത്തികമാക്കാൻ വനംവകുപ്പിന് സാധിച്ചു. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മയക്കുവെടി വെച്ചു. ഇതിൽ 2 ഡോസ് മരുന്നുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ആന കാട്ടിനുള്ളിലേക്ക്, അല്പം ഉള്ളിലേക്ക്, അതായത് ഈ മയക്കുവെടി വെച്ച ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തുനിന്ന് ഒരല്പം ഉള്ളിലേക്കുള്ള ഭാഗത്തേക്കാണ് ആന പോയിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പിൻ്റെ നിരീക്ഷണ വലയത്തിനുള്ള ആന ഉണ്ട്. ഒറ്റപ്പെട്ട, അതായത് മറ്റാനകളിൽ നിന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഈ മറ്റാനകളെ ഇവിടെ നിന്നും അകറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ ചികിത്സ ആരംഭിക്കും. ഈ ആന വന്നിരുന്നത് ഈ മയക്കുവെടി വച്ച സാഹചര്യത്തിൽ ആ ആനകൾ ഈ ബഹളം കേട്ട് മാറിപ്പോയിട്ടുണ്ടോ? എന്താണ്, അതോ ഇപ്പോഴും ഇതെല്ലാവരും ഒരുമിച്ചാണോ? മനു, മറ്റാനകൾ അടുത്തുനിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ കാരണം ഈ ഒറ്റയ്ക്ക് ഇതിനെ മാറ്റിയ ശേഷമാണ് മയക്കുവെടി വയ്ക്കാൻ സാധിച്ചതെന്നാണ് വിവരം. എന്തായാലും ഈ മറ്റ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഇവിടെ നിന്ന് അല്പം അപ്പുറത്തായി പുഴയുടെ അടുത്താണ് ആനയെ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും പിന്നെ ആന നീങ്ങി ഉള്ളിലേക്ക് പോയി. ഇവിടെ നിന്ന് ഒറ്റപ്പെട്ട, അതായത് സുരക്ഷിതമായി ആനയെ മയക്കുവെടി വെക്കാനും ഈ മയക്കുവെടി വെച്ചാൽ തന്നെ ആന കാട്ടിനുള്ളിലേക്കോ മറ്റോ ഓടിപ്പോകാതെ സുരക്ഷിതമായി ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു ഭാഗത്ത് അത്തരത്തിലൊരു സംവിധാനം, അതിനു പറ്റിയ ഒരു സ്ഥലം നോക്കിയാണ് മയക്കുവെടി വെക്കാനായി ഈ വനപാലകർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ആനയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 8:30 കഴിഞ്ഞപ്പോഴാണ് ഇത് സാധിച്ചത്. അങ്ങനെ പിന്നീട് വനംവകുപ്പ് തന്നെ നമ്മളോട് അറിയിച്ചു, വെടിവെക്കാൻ സാധിച്ചു, മയക്കുവെടി കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും മറ്റാനകൾ ഇപ്പോൾ ഇതിന് സമീപത്തുനിന്ന് മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കാരണം ഒരുമിച്ച് ഈ 4 ആനകളും നിൽക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ ഒരു ആനയെ വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമുണ്ട്. മയക്കുവെടി ഏറ്റുകഴിഞ്ഞാൽ ആന പെട്ടെന്ന് ഓടുകയും പെട്ടെന്ന്, കാരണം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം അത് മറ്റാനകളെ കൂടി ഭയപ്പെടുത്തിയാൽ അത് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട് കിട്ടുന്ന സൗകര്യം നോക്കി വലിയ ബഹളമില്ലാത്ത രീതിയിൽ ആനയെ വെടിവെക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിൽ വനംവകുപ്പിന് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മറ്റ് വിവരങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി വനംവകുപ്പ് നമ്മളെ അറിയിക്കും ഉടനെ തന്നെ. നമ്മൾ അതിനുള്ള പ്രതീക്ഷയിലാണ്. വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്കത് പ്രേക്ഷകർക്ക് നൽകാനും കഴിയും. എന്തായാലും 3 ദിവസത്തോളമായി, ഇന്ന് രാവിലെ കണ്ടത് 2 ദിവസം മുൻപ് ആനയുണ്ടായിരുന്ന ആ ഒരു തുരുത്തുണ്ട്, ഒറ്റപ്പെട്ട ഒരു ചെറിയ തുരുത്തുണ്ട്, അവിടെയായിരുന്നു ആനയുണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് കഴിഞ്ഞ ദിവസം മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ ആന കാട്ടിലേക്ക് കയറിപ്പോയത്. പിന്നീട് കാട് മുഴുവൻ കഴിഞ്ഞ 2 ദിവസം അരിച്ചു പെറുക്കിയിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടുന്ന് സമീപത്തുള്ള ഒരു ഭാഗത്ത് ആനയുണ്ട് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രാവിലെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വ്യാപകമായി തെരച്ചിലിന് വനംവകുപ്പും RRT സംഘവും ഇറങ്ങിയിരുന്നെങ്കിലും ഈ ഭാഗം കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി സൂക്ഷ്മമായി നടത്തിയ പരിശോധനയിലാണ് രാവിലെ ആനയെ കണ്ടെത്തിയത്. 7 മണി മുതൽ ആന നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു. ആനയെ നിരീക്ഷണ വലയത്തിൽ മയക്കുവെടി വെച്ചിരിക്കുന്നു. 4 റൗണ്ട് മയക്കുവെടിയാണ് വെച്ചത്. 2 ഡോസ് മരുന്നാണ് ഉപയോഗിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആന കുറച്ച് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.